എന്നിലുള്ള പാപങ്ങളെ ഇന്നു നീ ഇല്ലാതാക്കണമേ. എന്നിലുള്ള നന്മകളെ അഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ സ്നേഹിതരെ, ഇന്ന് സെപ്റ്റംബർ മാസം 30 തിരുസഭ മാതാവ് ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതുമായിട്ടുള്ള വിശുദ്ധ ജെറോമാണ്. ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞത തന്നെയാണ് എന്നാണ് വിശുദ്ധ ജെറോം വിലയിരുത്തുന്നത്. ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഹീബ്രു ഭാഷയിലുള്ള ബൈബിളിനെ പരിഭാഷ ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ജെറോം. അദ്ദേഹം ഹീബ്രു ഭാഷയിൽ നിന്ന് ലത്തീൻ ഭാഷയിലേക്കും പിന്നീട് ഈ ലത്തീൻ ഭാഷയിൽ ജെറോം പരിഭാഷ ചെയ്ത് എഴുതിയ ആ ബൈബിളിൽ നിന്നാണ് മറ്റുള്ള ഭാഷയിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടത്. ഇന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിനും കാരണം തീർച്ചയായിട്ടും ഈ വിശുദ്ധൻ തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനോഭാവവും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും എത്രമാത്രം ആൾക്കാർ ബൈബിൾ വായിക്കുകയും അങ്ങനെ ബൈബിളിലെ വചനങ്ങൾ അറിയുന്നതിലൂടെ ക്രിസ്തുവിനെ അറിയണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഏറെ പോപ്പുലറായിട്ടുള്ള ഭാഷയായിരുന്നു ലത്തീൻ ഭാഷ. ആയതിനാൽ അദ്ദേഹം ഈ വചനത്തെ ലത്തീൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിലൂടെ അനേകർ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അങ്ങനെ ദൈവസ്നേഹം എന്താണെന്ന് അവിടുത്തെ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ള പ്രിയപ്പെട്ടവരെ, ആയതിനാൽ ഈ ജെറോമിൻ്റെ വാക്കുകൾ ബൈബിളിനോടുള്ള അജ്ഞത ക്രിസ്തുവിനോടുള്ള അജ്ഞതയാണെന്ന് പറയുമ്പോൾ, ബൈബിളിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നാണ്. ഒപ്പം തന്നെ ഈ വചനത്തെ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്ന് തന്നെയാണ് അതിന് അർത്ഥം. ആയതിനാൽ ഈ വിശുദ്ധന്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. വചനം കൂടുതലായിട്ട് വായിക്കുവാനും ധ്യാനിക്കുവാനും അങ്ങനെ വചനത്തോടൊപ്പമുള്ള ഒരു ജീവിതം ക്രിസ്തുവിനോട് ഒപ്പമുള്ള ജീവിതമായിട്ട് മാറ്റപ്പെടുന്ന ഒരു ക്രിസ്തീയ അനുഭവം, ദൈവിക അനുഭവം നമുക്ക് ലഭിക്കുവാനായിട്ട്. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശുവിനും ശിഷ്യന്മാർക്കും സമരിയയിലൂടെ ജെറുസലേമിലേക്ക് പോകേണ്ടിയിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ അതിലേ പോയപ്പോൾ അവിടെയുള്ളവര്, അതായത് ഈ ശിഷ്യന്മാർ ജെറുസലേമിൽ പോകുന്നു എന്ന് മനസ്സിലാക്കി അവരെ സ്വീകരിച്ചില്ല. അപ്പോൾ യാക്കോബും യോഹന്നാനും യേശുവിനോട് പറയുകയാണ്, സ്വർഗത്തിൽ നിന്നും അഗ്നി അയച്ച് അവരെ നശിപ്പിക്കട്ടെയോ എന്ന്. യേശുനാഥൻ ഈ ശിഷ്യന്മാരെ, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ശാസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നും അഗ്നി അയച്ച് നശിപ്പിക്കുവാനല്ല വന്നത്, മറിച്ചു സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടി ആ ആത്മാവാകുന്ന തീയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാശത്തിലേക്കല്ല, രക്ഷയിലേക്ക് നയിക്കുന്ന ആ ദൈവസ്നേഹവും ദൈവകാരുണ്യവും ഒപ്പം പരിശുദ്ധാത്മാവിനെ നൽകാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആയതിനാൽ വചനം അറിയുന്നില്ലെങ്കിൽ, വചനം സ്നേഹിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആ പദ്ധതിക്ക് ഒത്തവണ്ണം ജീവിക്കുവാനായിട്ട് ആ പദ്ധതിയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ശാസനം ഉറപ്പാണ് എന്നുള്ളതാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതി അറിയുന്നത് ദൈവവചനത്തിലൂടെ തന്നെയാണ്. ആയതിനാൽ വചനം വായിച്ചുകൊണ്ട്, വചനം ധ്യാനിച്ചുകൊണ്ട്, വചനത്തെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം
നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. അഗ്നിയായി കത്തിജ്വലിക്കണമേ, പാപങ്ങളെല്ലാം ചാമ്പലാക്കണമേ, എന്നിൽ